ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്ക്രബ്ബറും സോപ്പ് ലോഷനോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വീട് മുഴുവനും വെട്ടിത്തിളങ്ങാനും അതുപോലെ നമ്മളുടെ പാത്രങ്ങളും ഒക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കാനും പറ്റിയൊരു വീഡിയോയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മളുടെ കൈയോ കാലോ മുറിയുകയാണെങ്കിൽ അതിനും നമ്മൾ വീട്ടിൽ നിന്ന് കളയുന്ന ഈ ഒരു വേസ്റ്റ് മാത്രം മതി നമ്മൾക്ക് വീട് ക്ലീൻ ചെയ്യാനും മുറിവുകൾ പെട്ടെന്ന് തന്നെ ഉണക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ വാഷ് ബേസിൻ, ബക്കറ്റ്, ബാത്റൂം, പാത്രങ്ങളെല്ലാം നമ്മൾക്ക് വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു മുട്ടയുടെ തോടാണ് വേണ്ടത്. ഇതിനകത്ത് നമ്മൾ സോപ്പ് ലോഷനോ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ഉണക്കി എടുത്തു വെച്ചാൽ മാത്രം മതിയാകും. ഈ ഒരു മുട്ടത്തോടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, നമ്മളറിയാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട്. മുട്ടത്തോട് കൊണ്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിത് ഉണക്കിയിട്ട് ഇതിനകത്തുള്ള മുട്ടയൊക്കെ കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് നല്ലൊരു മൂർച്ച കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ മൂർച്ച കുറഞ്ഞ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ മുട്ടയുടെ തൊണ്ടൊക്കെ പൊടിക്കുകയാണെങ്കിൽ ആ മിക്സിയുടെ ജാറിന് നല്ല മൂർച്ച ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെറുതെ മുട്ടയുടെ തൊണ്ട് പൊടിച്ചു വെച്ചാലും മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടാനുസരണം നമ്മൾ കഴുകാനൊക്കെ എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്താലും മതിയാകും. ഞാനിപ്പോൾ ഉപ്പും മുട്ടത്തോടും കൂടി പൊടിച്ചെടുത്തതാണിത്. ഈ ഒരു മിശ്രിതം നമുക്ക് ഒരു ടിന്നിൽ അടച്ച് വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ കെമിക്കൽ ഉപയോഗിച്ച് നമുക്ക് കഴുകാൻ ഇഷ്ടമില്ലാത്തവരും അലർജി ഉള്ളവരും ഒക്കെ ഈ ഒരു മിക്സ് എപ്പോഴും നമുക്ക് വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ കൈക്കൊന്നും അലർജി ഒന്നും ഇല്ലാതെ വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല ക്ലിയറായിട്ട് വെട്ടിത്തിളങ്ങുന്നത് കാണാൻ പറ്റും. അപ്പം ഇതുപോലുള്ള പ്ലാസ്റ്റിക് ടിന്നോ അല്ലെങ്കിൽ ചില്ലിൻ്റെ ടിന്നിലോ നമുക്കിത് അടച്ചു വെക്കാവുന്നതാണ്. വളരെ കുറേശ്ശെ മാത്രമേ ഇത് ഉപയോഗിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ഇത് മിക്സിയുടെ ജാറ് നന്നായിട്ട് ക്ലിയർ ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ നമ്മളുടെ ബ്ലേഡിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് ചിലപ്പോൾ ബ്രഷൊന്നും കയറ്റിയിട്ട് കഴുകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാകും. അത് നന്നായിട്ട് ക്ലീനായി കിട്ടണമെങ്കിൽ ഇതേപോലെ മുട്ടയുടെ തോടിട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ഒരു സ്വല്പം ലോഷനോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ലോഷനോ ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ഇത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടും. ഒരു പ്രത്യേക തിളക്കം തന്നെ നമ്മളുടെ ജാറിന് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ അതിൻ്റെ ബ്ലേഡിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഈ ജസ്റ്റ് നമ്മളൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ സോപ്പ് ലോഷൻ ഒഴിച്ചില്ലെങ്കിലും നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഐഡിയ അറിയാത്തവരൊന്ന് ചെയ്ത് നോക്കാം. മിക്സിയുടെ ജാറൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ഒരു പ്രത്യേക ഒരു തിളക്കം തന്നെയാണ് നമ്മൾ മുട്ടയുടെ തോട് വെച്ചിട്ട് ഇങ്ങനെ കഴുകുമ്പോൾ കിട്ടുന്നത്. അതുപോലെ മുട്ടയുടെ തോട് വെറുതെ പൊടിച്ചു വെച്ചിട്ട് ഉപ്പൊന്നും ചേർക്കാതെ പൊടിച്ചു വെച്ചിട്ട് നമ്മളുടെ നഖത്തിലും കൈയിൻ്റെ പുറത്തും കാലിൻ്റെ പുറത്തും ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടും. ഇപ്പോൾ ഈ ഒരു ബൗളിൻ്റെ അടിയിൽ നന്നായിട്ടൊരു മഞ്ഞക്കറ പിടിച്ചിട്ടുണ്ട്. ഈ ബൗള് അല്ലെങ്കിൽ ഇതേപോലെയുള്ള സെറാമിക് പാത്രങ്ങൾ, കപ്പുകൾ, ചായയുടെ കപ്പിലൊക്കെ നല്ല കറ പിടിച്ചിരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്ര നമ്മൾ ലോഷനിട്ട് തേച്ച് കഴുകിയാലും പോകാത്ത ചില കറകളാണ്. അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മുട്ടത്തോട് മാത്രം മതിയാകും. അതിനകത്തേക്ക് ഒരു സ്വല്പം വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ കയ്യിൽ കെട്ടിയിട്ട് വെറുതെ കൈകൊണ്ട് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മാത്രം മതി. ഇതിനകത്ത് നമ്മൾ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കേണ്ട. നല്ലൊരു സ്ക്രബ്ബ് പോലെയാണ് മുട്ടത്തോട്. അതുപോലെ നല്ലൊരു തിളക്കവും കിട്ടും. നമ്മളെ കൈനഖത്തിൽ മുട്ടത്തോട് പൊടിച്ചത് ജസ്റ്റ് ഒന്ന് തിരുമ്മി നോക്കിയാൽ അറിയാൻ പറ്റും നഖം നന്നായിട്ട് തിളങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു സെറാമിക് പാത്രം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ആ മഞ്ഞ കളറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ആദ്യം കണ്ട പാത്രം ഞാനിത് ഒരുപാട് പ്രാവശ്യം സ്ക്രബും ലോഷനും ഒക്കെ ഇട്ട് തേച്ചതാണ്. പക്ഷേ ആ ഒരു കറ നമ്മൾ ഇറച്ചിക്കറി മീൻകറിയൊക്കെ എടുക്കുമ്പോൾ ആ ഒരു മഞ്ഞക്കറ അതിൽ എത്ര നമ്മൾ കഴുകിയാലും പോകില്ല.
കുറച്ചധികം നേരം കറി അതിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറ അതിൽ പിടിച്ചിട്ട് പിന്നെ എത്ര തേച്ച് കഴുകിയാലും പോകില്ല. അങ്ങനെയുള്ള കറകളൊക്കെ ഉള്ള പാത്രങ്ങൾ നമുക്ക് ഇതുപോലെ മുട്ടത്തോട് വെച്ചിട്ട് ജസ്റ്റ് കഴുകിയെടുത്താൽ മാത്രം മതി. ഇപ്പം നല്ലൊരു പുത്തൻ പാത്രം പോലെ തന്നെ തിളങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നേരത്തെ ഇതിൻ്റെ കറിയായിരുന്നത്. ഇപ്പോൾ ഈ പാത്രം നല്ല പുത്തൻ പോലെ തിളങ്ങുന്നുണ്ട്. അപ്പോൾ ചായ കപ്പിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും ഈ ഒരു മുട്ടത്തോട്. ഇനി അടുത്തത് ഇതുപോലെയുള്ള നമ്മളുടെ പാത്രങ്ങളുടെ അടിയിൽ കരി പോലെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് എത്ര നമ്മൾ ലോഷൻ ഒഴിച്ച് കഴുകിയാലും ഇതുപോലെയുള്ള കറകളൊന്നും പോകില്ല. അപ്പോൾ ഇത് കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ് മുട്ടത്തോടും ഉപ്പും. ഇതിനകത്തേക്ക് ഒട്ടും തന്നെ സോപ്പ് ലോഷനോ ഡിഷ് വാഷോ ഒന്നും തന്നെ ഞാൻ ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കയ്യിൽ എപ്പോഴും ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഗ്ലൗസോ ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതല്ല നമുക്ക് ഇതൊന്നും വേണ്ടെങ്കിൽ ഒരു സ്പോഞ്ച് പോലുള്ള സ്ക്രബ്ബറോ എന്തെങ്കിലും ഉപയോഗിച്ചാലും മതിയാകും. ഇത് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ അടിയിലുള്ള ആ ഒരു കരി പോലുള്ള കറയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പെട്ടെന്ന് തന്നെ ആ ഒരു കരിയൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കുക്കറിൻ്റെ ഉള്ളിലൊക്കെ അടിയിൽ കരിഞ്ഞ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണിത്. ഇനി നമ്മുടെ ബാത്റൂമിലെ ടൈലിലൊക്കെ ഇതേപോലെ ഫ്ലോർ ടൈലായാലും വോൾ ടൈലായാലും ഇതേപോലെ എത്ര കഴുകിയാലും ചിലപ്പോൾ ചില പാടുകളൊക്കെ അതിലേക്ക് അവശേഷിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ സോപ്പൊക്കെ അലർജി ഉള്ളവർക്ക് എപ്പോഴും കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള സോപ്പ് ലോഷനൊന്നും ഉപയോഗിച്ച് കഴുകാതെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മുട്ടയുടെ തൊണ്ട് വെച്ചിട്ട് കഴുകിയാൽ നല്ല ക്ലീനായി കിട്ടും. നമ്മൾ നേരത്തെ സെറാമിക് പാത്രം കഴുകിയ പോലെ തന്നെയാണ് ടൈലും. ഈ ഒരു ടൈലും പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ നിറച്ച് ഇതേപോലെ ഒരു കറുത്ത കുത്തൊക്കെ ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഇതിനകത്തേക്ക് ഞാൻ ജസ്റ്റ് മതിൽ ഒന്ന് നനച്ച് കൊടുക്കുക, ടൈല് നമുക്കൊന്ന് നനച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു പൊടി മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഞാൻ ഉരസണേ ഉള്ളൂ. അധികം ബലമൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്ക് പോകും. അഴുക്ക് പോകുന്നത് മാത്രമല്ല നല്ലൊരു തിളക്കവും കിട്ടുന്നതായിട്ട് കാണാം. സാധാരണ സോപ്പ് ലോഷനൊന്നും ഉപയോഗിക്കുന്നതിനേക്കാളും തിളക്കമാണ്. ഇപ്പോൾ ആ പൊടിയുടെ അകത്തേക്ക് നിറച്ച് അഴുക്ക് വന്നേക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു അഴുക്ക് മുഴുവനും ആ മുട്ടത്തോട് വലിച്ചെടുക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു ഈസി നാച്ചുറൽ മെത്തേഡാണ്. അപ്പോൾ കൈക്ക് അലർജി ഉള്ളവരും സ്കിൻ പ്രോബ്ലം ഉള്ളവരൊക്കെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ക്ലോസറ്റ് ആണെങ്കിലും നമുക്ക് ഇതിട്ടിട്ട് ബ്രഷ് വെച്ചിട്ട് കഴുകാവുന്നതേ ഉള്ളൂ. വെള്ളത്തിൻ്റെ ഒരു മഞ്ഞ കറയൊക്കെ ഉള്ള സ്ഥലത്തിൽ ഇത് പ്രത്യേകം തേച്ച് കഴുകുകയാണെങ്കിൽ നല്ലൊരു തിളക്കം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റുകൾക്കൊക്കെ ഒരു വഴുവഴുപ്പും കറകളൊക്കെ ഉണ്ടാവും. ഈ ഒരു കറയും വഴുവഴുപ്പും അഴുക്കൊക്കെ പോകാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. അതായത് ജസ്റ്റ് ഉപ്പ് പൊടി ഇട്ട് കഴുകിയാലും വഴുവഴുപ്പ് മാറും. അതിൻ്റെ കൂടെ കുറച്ച് ഇതുപോലെ മുട്ടത്തോടും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു തിളക്കവും പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും. കഴിവതും കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കാതെ ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള ക്ലീനിങ് ഏജൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ടൈൽസിനും കേടാവില്ല, നമ്മുടെ സ്കിന്നിനും അലർജി ഒന്നും വരാതെ നല്ല ക്ലിയർ ആക്കി നമുക്ക് വീട് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടിപ്പാണ്. ചിലർക്കൊക്കെ ഇത് അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഉരസി കഴുകാൻ മാത്രം ചെയ്യണുള്ളൂ. പെട്ടെന്ന് തന്നെ ആ ഒരു കറയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു സ്പൂണ് പൗഡർ കൊണ്ട് നമുക്ക് ഈ ഒരു ബക്കറ്റും കപ്പും ഒക്കെ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. 10 പൈസ ചിലവില്ലാതെ തന്നെ നമ്മൾക്കിതെല്ലാം വീട് മുഴുവനും ക്ലിയർ ആക്കി എടുക്കാം. ഇനി അടുത്തത് നമ്മുടെ വാഷ് ബേസിൻ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സിങ്ക്, പൈപ്പുകൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ സെയിം പൊടി ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു വാഷ് ബേസിനിൽ വെള്ളത്തിൻ്റെ ഒരു മഞ്ഞ കറ പോലെ ആ ഒരു മൂല ഭാഗത്തൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അങ്ങനെയുള്ള ഒട്ടും പോകാത്ത, നമ്മൾ എത്ര കഴുകിയിട്ടും പോകാത്ത കറകളാണ് ഈ ഒരു മുട്ടത്തോട് കൊണ്ട് നമുക്ക് കളയാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കാതെ തന്നെ കഴുകുമ്പോൾ പോകും, പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ ഇനി ഒട്ടും ഭയങ്കര കറയായിട്ട് പിടിച്ചിരിക്കുന്നതാണെങ്കിൽ ഇത് സ്ക്രബ്ബറും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ക്ലീനായി കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് അധികം കട്ടി പിടിച്ചിട്ടുള്ള കറ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ ഉരസി കഴുകിയാൽ മതി.
ഇനി ബോർവെല്ലിൻ്റെ വെള്ളമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ കറ പോകാനായിട്ട് ഈ ഒരു പൊടിയും കുറച്ച് ലോഷനും സ്ക്രബ്ബറും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം. പൈപ്പും നമ്മളുടെ ടാപ്പുകളൊക്കെ നല്ല വെട്ടിത്തിളങ്ങണായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ഭാഗത്ത്, ആ മൂലഭാഗത്തൊക്കെ ആയിട്ട് നല്ലൊരു മഞ്ഞ കളർ ഉണ്ടായതാണ് വെള്ളത്തിൻ്റെ. എത്ര തേച്ച് കഴുകിയാലും പോകാത്ത ഇതുപോലുള്ള കറകൾ നമ്മുടെ പാത്രത്തിലും വാഷ് ബേസിനിലും ടൈൽസിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഏജൻറ്റാണ്. ഒട്ടും തന്നെ കെമിക്കലില്ലാതെ നമുക്ക് ഒട്ടും ഹാനികരമല്ലാത്തൊരു മിക്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബോർവെല്ല് പോലെയുള്ള കുഴൽക്കിണർ വെള്ളത്തിലാണെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള കറിയായിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒന്ന് സ്ക്രബ്ബറോ ലോഷനോ ഒന്ന് ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും. ഇനി അടുത്തൊരു ടിപ്പ്, നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെട്ടെന്ന് മുറിവ് മാറ്റുന്നത് മുട്ടത്തോണ്ട് ഉപയോഗിച്ചിട്ടെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴുകി ഉണക്കാത്ത ഫ്രഷ് ആയിട്ടെടുത്ത മുട്ടത്തോടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് മുട്ടത്തോടിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു പാട നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു പാട വളരെയധികം മെഡിക്കലി ഉപയോഗമുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കൈയോ കാലൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിയുകയാണെങ്കിൽ, വലിയ മുറിവുകളല്ല, ചെറിയ ഇതേപോലെയുള്ള മുറിവുകളൊക്കെ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ആ മുട്ടയുടെ ഒരു പാട എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലൊരു നല്ലൊരു ബാൻഡേഡ് ചുറ്റുന്ന പോലെ ഒരു എഫക്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് മുറിവ് ഉണങ്ങി കിട്ടാനായിട്ട് ഈ ഒരു ടിപ്പ് മതി. അപ്പോൾ ഇത് ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. നല്ലൊരു എഫക്റ്റാണ്. അപ്പോൾ നമുക്ക് ഓയിൽമെൻറ്റോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. ഇനി അടുത്തൊരു ടിപ്പ്, നമ്മുടെ കത്രികയൊക്കെ മുറിച്ച് വെപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ മുട്ടത്തോട് ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കത്രികക്ക് നല്ലൊരു മൂർച്ച വരാനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഐഡിയ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം. തുണിയൊക്കെ മുറിക്കുന്ന കത്രിക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മുട്ടത്തോണ്ട് വെച്ച് മുറിച്ച് കൊടുത്താൽ നല്ലൊരു മൂർച്ച കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, മുട്ടത്തോണ്ട് ഇതുപോലെ പൊടിച്ചിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ ചെടിയുടെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വളമാണ്. ഈ ഒരു കാര്യം നമ്മൾ വീട്ടമ്മമാരൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. കാരണം മുട്ടത്തോടിൽ ഒരുപാട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാൽഷ്യം നമ്മളുടെ ചെടികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. ചെടികളുടെ ചോട്ടിൽ കുറച്ച് നീക്കിയിട്ട് തടത്തിൽ ഇതുപോലെ മുട്ടത്തോണ്ട് ഇട്ട് കൊടുക്കണം. റോസാ ചെടിയോ അല്ലെങ്കിൽ വേപ്പോ അങ്ങനെ ഏത് നമ്മൾ കൃഷി ചെയ്യുന്ന പച്ചക്കറിയോ ഏതിന് വേണമെങ്കിലും നമ്മൾ ഇതേപോലെ മണ്ണിലേക്ക് ആ ഒരു മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫലം ഉണ്ടാകും, കായ്ഫലം ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല തഴച്ച് വളരുന്ന കാണാൻ പറ്റും. വേപ്പിനൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഇലയൊക്കെ നല്ല ഉഷാറായിട്ട് വരും. അതുപോലെ തന്നെ മുട്ടത്തോട് ഇതുപോലെ നമുക്ക് വിത്തുകൾ മുളപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഫ്രഷ് ആയിട്ടുള്ള മുട്ടത്തോടിനകത്ത് നമുക്ക് പയർ, തക്കാളി, പച്ചമുളക് ഇതൊക്കെ നമുക്ക് മുളപ്പിച്ചെടുക്കാം. നല്ലതായിട്ട് തന്നെ അത് മുളച്ച് വരും. അതുപോലെ തന്നെ മുട്ടത്തോട് പൊടിച്ചത് കോഴികൾക്കൊക്കെ തീറ്റയായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലോണം മുട്ടയൊക്കെ ഉണ്ടാവാനായിട്ടും വളരെയധികം സഹായകമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു. ബൈ.